ഇറാൻ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങളെ കേവലം യുദ്ധഭൂമിയിൽ മാത്രം ഒതുക്കാതെ ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ ആഭ്യന്തര തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ സംഘർഷത്തിന്റെ ഗതിയുമായി നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇറാന്റെ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ ഏറ്റവും പുതിയ പരാമർശങ്ങൾ ഇതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ലെബനൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സമഗ്രമായ ഒരു വെടിനിർത്തൽ ഉണ്ടായാൽ അത് നെതന്യാഹുവിനെ ജയിലിൽ അടയ്ക്കുന്ന പ്രക്രിയയെ വേഗത്തിലാക്കുമെന്നാണ് അരാഗ്ചി പ്രസ്താവിച്ചത്. ഇസ്രയേലിൽ നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളെയും ക്രിമിനൽ വിചാരണയെയും പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രസ്താവന. യുദ്ധം അവസാനിച്ചാൽ നെതന്യാഹുവിന് തന്റെ രാഷ്ട്രീയ സുരക്ഷ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ ഒരു നിലപാട് വഴി ഇറാൻ യുദ്ധത്തെ സൈനികമായ ഒരു ഏറ്റുമുട്ടൽ എന്നതിലുപരി ഒരു രാഷ്ട്രീയ പോരാട്ടമായി കൂടി ചിത്രീകരിക്കുകയാണ്. ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഭിന്നതകളെ ചൂഷണം ചെയ്യാനാണ് ടെഹ്റാൻ ലക്ഷ്യമിടുന്നത്. യുദ്ധം നീണ്ടുപോകുന്നത് നെതന്യാഹുവിന് തന്റെ കസേര സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയാണെന്ന വാദം ഇസ്രയേലിനുള്ളിൽ തന്നെ പലരും ഉയർത്തുന്നുണ്ട്. ഈ വികാരം ആഗോളതലത്തിൽ ശക്തിപ്പെടുത്താനാണ് ഇറാന്റെ ശ്രമം. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഈ ആവശ്യം വൈറ്റ് ഹൌസിനെ വലിയ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇസ്രയേലിനെ പിന്തുണയ്ക്കുമ്പോഴും മേഖലയിൽ ദീർഘകാല സമാധാനം കൊണ്ടുവരാൻ ട്രംപിന് മേൽ സമ്മർദ്ദമുണ്ട്. എന്നാൽ നെതന്യാഹുവിനെ പോലുള്ള ഒരു അടുത്ത സഖ്യകക്ഷിയുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന ഇറാന്റെ ഇത്തരം നിബന്ധനകൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. ഇറാന്റെ ഈ തന്ത്രം ഒരേ സമയം രണ്ട് ലക്ഷ്യങ്ങളാണ് പൂർത്തീകരിക്കുന്നത്. ഒന്ന്, ഇസ്രയേൽ ജനങ്ങൾക്കിടയിൽ നെതന്യാഹുവിനെതിരെയുള്ള വികാരം വർദ്ധിപ്പിക്കുക. രണ്ട്, യുദ്ധം തുടരുന്നത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ നിലനിൽപ്പിനാണെന്ന സന്ദേശം ലോകത്തിന് നൽകുക. ഇത് ഇസ്രയേലിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര പിന്തുണയിൽ വിള്ളൽ വീഴ്ത്താൻ സഹായിക്കുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. മേഖലയിലെ സമാധാന ശ്രമങ്ങൾ ഇപ്പോൾ ഈ രാഷ്ട്രീയ ചതുരംഗ കളത്തിലെ നീക്കങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സൈനികമായ തിരിച്ചടികൾക്ക് പുറമെ ഇത്തരത്തിലുള്ള നയതന്ത്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൂടി ചെലുത്തുന്നതിലൂടെ ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാമെന്നാണ് ഇറാൻ വിശ്വസിക്കുന്നത്. സമാധാനം വേണമെങ്കിൽ ഇസ്രയേൽ തങ്ങളുടെ നേതൃത്വത്തിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന കടുത്ത സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. മധ്യപൂർവേഷ്യയിലെ പോരാട്ടം ഇപ്പോൾ മിസൈലുകളിലും ബോംബുകളിലും മാത്രം ഒതുങ്ങുന്നില്ല. അത് ഇസ്രയേലിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെയും ഭരണാധികാരികളുടെ വ്യക്തിപരമായ ഭാവിയെയും ലക്ഷ്യം വെച്ചുള്ള ഒന്നായി മാറിയിരിക്കുന്നു. ഇറാന്റെ ഈ അപ്രതീക്ഷിത നീക്കം വരും ദിവസങ്ങളിൽ മേഖലയിലെ യുദ്ധഗതിയെയും നയതന്ത്ര ചർച്ചകളെയും എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇസ്രയേൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും ട്രംപ് ഭരണകൂടം ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാകും.